ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, ജീവിതത്തിൽ ദൈനംദിന കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമായാലും, വിവാഹ തടസ്സമായാലും, സന്താന ഭാഗ്യത്തിനുള്ള തടസ്സമായാലും, മറ്റ് തൊഴിൽ തടസ്സമോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒക്കെ നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നത്. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ജൂലൈ മാസം 6-ാം തീയതി മുതൽ ശുക്രൻ കർക്കിടകം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടെ ബുധൻ എന്ന ഗ്രഹവും അവിടെ സ്ഥിതി ചെയ്യും. അങ്ങനെയുള്ള ഈ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട്, കർക്കിടകം രാശിയിലെ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് കുതിച്ചുയരുന്ന നക്ഷത്രങ്ങളെ ആണ് വിചിന്തനം ചെയ്യുന്നത്. അപ്രതീക്ഷിതമായ വിജയങ്ങൾ, നേട്ടങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം? പല രീതിയിലുള്ള പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ തൊഴിൽ രംഗത്തായാലും വിദ്യാരംഗത്തായാലും വളരെ പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും വിചിന്തനം ചെയ്യുന്നത് മുന്നറിയിപ്പുകൾ നൽകുന്നു. പ്രധാനമായിട്ട് ഈ ശുക്രന്റെ സ്ഥിതി ഏറ്റവും അനുകൂലമായിട്ട് പ്രവർത്തന രംഗത്ത് അപ്രതീക്ഷിത നേട്ടം ഉണ്ടാകുന്ന രാശിക്കാരാണ് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് സമ്പത്തിൻ്റെ ഭാവത്തിൻ്റെ അധിപൻ കേന്ദ്രത്തിൽ വന്നിരിക്കും. അത് വളരെ വിശേഷമാണ്. തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുക കൂടി ചെയ്യുന്നതിനാൽ പല രീതിയിലും അപ്രതീക്ഷിതമായ വിജയങ്ങളും നേട്ടങ്ങളും തൊഴിൽ കൊണ്ട്, വിദ്യ കൊണ്ട് നേടുവാൻ, അപ്രതീക്ഷിതമായ ധനാഗമനം, ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നതിന് വരെ ഈ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട്. മറ്റൊരു രാശിക്കാരാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്ന രാശി. ശുക്രൻ സ്ഥിതി ചെയ്യുന്ന പുണർത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകൻ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ രാജയോഗകാരകനാണ്. 4-ാം ഭാവാധിപത്യം കൊണ്ട് കേന്ദ്രാധിപത്യവും 11-ാം ഭാവാധിപത്യം കൊണ്ട് ഉപജയസ്ഥാനാധിപത്യവും, അതായത് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ശുക്രൻ കർക്കിടകൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഇക്കാലം അപ്രതീക്ഷിതമായ തൊഴിൽ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേർന്ന് കടങ്ങളൊക്കെ വീടുന്നതിനോ, വാഹനം വാങ്ങുന്നതിനോ, ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പല രീതിയിലുള്ള അപ്രതീക്ഷിത നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കന്നി രാശിക്കാർക്കും ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ ധനസ്ഥാനത്തിൻ്റെ അധിപനാണ്. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ്. അതാണ് അഭീഷ്ടങ്ങൾ സാധിക്കേണ്ട ഭാവത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്ന സമയമാണ് ഈ ശുക്രന്റെ സ്ഥിതി കൊണ്ട് കാണുന്നത്. അതായത് ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകാത്തവർ ഈ ശുക്രൻ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ഈ സമയം ടെസ്റ്റുകളൊക്കെ എഴുതിയാൽ പാസ്സാകുക, ദീർഘകാലമായിട്ട് സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്താന ഭാഗ്യം ഉണ്ടാകുക, അതുപോലെ തന്നെ പഠിച്ച വിദ്യയ്ക്കൊരു അനുസരിച്ചൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുക, വലിയ വലിയ കടങ്ങളുള്ളവർക്ക് അത് വീടുന്നതിനുള്ള ഒരു മാർഗം തെളിഞ്ഞു കിട്ടുക, വിവാഹം നടക്കുക, അങ്ങനെ പല കാര്യങ്ങൾക്കും തീരുമാനമാകുന്നതിനുള്ള അപ്രതീക്ഷിതമായ യോഗം, കുതിച്ചുയരുന്നതിന് സാമ്പത്തികമായ നേട്ടങ്ങളും ബിസിനസ് രംഗത്തുമൊക്കെ നല്ല രീതിയിൽ കുതിച്ചുയരുവാനായിട്ട് യോഗമുണ്ട്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന
വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് 9-ാം ഇടത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ സപ്തമഭാവത്തിൻ്റെയും 12-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും, അതായത് സ്വന്തം നാട് വിട്ട് പ്രവർത്തിക്കുന്ന തൊഴിൽ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരുക. ബിസിനസ്സുകാർക്കും അത് ബാധകമാണ്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ കടങ്ങൾ വീടുന്നതിനും ധനാഗമന യോഗവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. മറ്റൊരു രാശിക്കാരാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട്. അതായത് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനാണ്. അത് സപ്തമഭാവത്തിൽ വന്നിരിക്കുന്നു, സാഗരയോഗത്തോടുകൂടി. അത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ്. അപ്പോൾ വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാസമ്പന്നരായ ആൾക്കാരും അല്ലാത്തവരുമായിരിക്കുന്ന യുവതി യുവാക്കൾക്കും മധ്യവയസ്കർക്കും വിദേശത്ത് പോകുവാൻ, അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് ഒരു ജോലി അന്വേഷിക്കുന്നവർക്ക്, സ്വന്തം നാട്ടിൽ ജോലി അന്വേഷിക്കുന്നവർക്കും അപ്രതീക്ഷിതമായിട്ട് പഠിച്ച വിദ്യയ്ക്കും അതിനു മേലെയും നല്ല ഒരു ശമ്പളത്തോടു കൂടി ഉയർച്ച ഉള്ള ഒരു ജോലി ലഭിക്കും. അത് ഇപ്പോഴുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു പ്രമോഷൻ ലഭിക്കുന്നതുമാകാം. കമ്പനി മാറിയോ അല്ലാതെയോ ഒരു ട്രാൻസ്ഫർ വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും രാശിക്കാർ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ ഒരു ഉണർവ്, ഉന്മേഷം, അല്ലെങ്കിൽ ഒന്ന് കുതിച്ചുയരുക, അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുക. ഈ നക്ഷത്രക്കാർക്കെല്ലാം ഈ മാസം ഒരു ലോട്ടറി അടിക്കുന്നതിനുള്ള ഭാഗ്യവുമുണ്ട്. 1-ാം സമ്മാനം അടിച്ചില്ല എങ്കിലും തൽക്കാലത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങത്തക്ക രീതിയിൽ ഭേദമായ ഒരു തുക ലോട്ടറി അടിക്കുന്നതിൽ യോഗമുണ്ട്. അത് ഒരുപാട് ലോട്ടറി എടുക്കണം എന്ന് ഞാൻ പറയുകയില്ല. കാരണം എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ ലോട്ടറി ഭാഗ്യം. അത് ജാതകാൽ കൂടി കൂടുതൽ വിശദമായിട്ട് നോക്കണം. അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യമുണ്ടോ, 1-ാം സമ്മാനം തന്നെ അടിക്കുമോ എന്ന്. അത് കാരണം നമ്മൾ ഒരു ലോട്ടറി എങ്കിലും എടുത്ത് പരിശോധിക്കുക, പരീക്ഷിക്കുക. എല്ലാവർക്കും വിജയങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.